പിടിക്കാഞ്ഞിട്ടാണോ അത് കിട്ടാഞ്ഞിട്ടാണോ? രാഹുലിന്റെ വിഷയം ഇപ്പൊ നിങ്ങളല്ലേ ചർച്ച ചെയ്യുന്നത്. രാഹുലിനെ ഇപ്പൊ നിങ്ങളാണ് ചർച്ച ചെയ്യുന്നത്. മാധ്യമങ്ങൾക്കാണ് ഒരു വിഷയം കിട്ടിയതുപോലെ അതും കൊണ്ട് നടക്കുന്നത്. തടസ്സമൊന്നുമില്ലെന്ന് പറഞ്ഞു. പക്ഷെ എന്നിട്ടും അറസ്റ്റ് ചെയ്തില്ല. കുറച്ച് ദിവസങ്ങളായി ഒളിവിൽ കഴിയുന്നു. പിടിക്കണമെങ്കിൽ പിടിക്കാവുന്നതല്ലേ ഉള്ളൂ. ഒളിവിൽ കഴിയാണല്ലോ, രക്ഷപ്പെട്ട് നടക്കുകയാണല്ലോ. അത് സംബന്ധിച്ചൊന്നും ഈ തെരഞ്ഞെടുപ്പ് വേളയിൽ ഊന്നൽ നൽകേണ്ടത് വികസന പ്രവർത്തനങ്ങൾക്കാണ് എന്ന നല്ല ബോധ്യം ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഉണ്ട്. രാഹുലിൻ്റെ വിഷയത്തിലൊക്കെ വളരെ ഉറച്ചതും കൃത്യമായതുമായ നിലപാട് ഞങ്ങളുടെ പാർട്ടി സ്വീകരിച്ചിട്ടുണ്ട്. അതെല്ലാം പല സന്ദർഭങ്ങളിലായിട്ട് നമ്മുടെ നേതാക്കന്മാരും ഞാൻ ഉൾപ്പെടെയുള്ള ആളുകളും പറഞ്ഞിട്ടുണ്ട്. ഇപ്പം തെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ ആ വിഷയം ഉപയോഗിക്കാൻ ഞങ്ങൾ തീരുമാനിച്ചിട്ടില്ല. ഇന്നിപ്പോൾ പത്തനംതിട്ടയിൽ ജനാധിപത്യ മഹിളാ അസോസിയേഷൻ ഒരു പ്രതിനിധി പറയാണ് മുകേഷിൻ്റേത് തീവ്രത കുറഞ്ഞ ആരോപണമാണ് എന്ന്. അങ്ങനെ പറയാൻ പാടുണ്ടായിരുന്നു? അങ്ങനെയൊന്നും ആരും പറഞ്ഞതായിട്ട് എൻ്റെ ശ്രദ്ധയിൽ പെട്ടിട്ടില്ല. തീവ്രത എന്നൊക്കെയുള്ള ഈ കാര്യം അത് അർത്ഥം അറിയാതെ സന്ദർഭത്തിൽ നിന്ന് അടർത്തിയെടുത്തുകൊണ്ട് ഒരു ആക്ഷേപഹാസ്യ രൂപത്തിൽ ഉപയോഗിക്കുന്നത് മാധ്യമങ്ങളാണ്. ഇതൊക്കെ വളരെ സീരിയസ് ആയ കാര്യങ്ങളായിട്ട് തന്നെയാണ് CPIM എപ്പോഴും കണ്ടിട്ടുള്ളത്. മറ്റ് ആരോപണങ്ങളും ഈ ആരോപണവും വളരെയധികം വ്യത്യാസമുണ്ട്. അത് സാധാരണ മനുഷ്യന്മാർക്ക് മനസ്സിലാകുമെന്നാണ് ഞാൻ കരുതുന്നത്. അതായത് രാഹുൽ മാങ്കൂട്ടം ഒന്നിലധികം സ്ത്രീകളോട് മോശമായി പെരുമാറിയതായിട്ട് അവർ തന്നെ സമൂഹത്തിൻ്റെ മുൻപാകെ വെളിപ്പെടുത്തുകയാണ്. അതിൻ്റെ എല്ലാ വിശദാംശങ്ങളും ജനങ്ങൾ കേട്ടുകൊണ്ടിരിക്കുകയാണ്. ഞാനിപ്പോൾ ഈ സന്ദർഭത്തിൽ അതിൻ്റെ വിശദാംശങ്ങളിലേക്ക് പ്രവേശിക്കുന്നില്ല. അപ്പോൾ എല്ലാവർക്കും വ്യക്തമാണ്, നാളെ ഇതുവരെ നമ്മുടെ കേരളത്തിൽ രാഷ്ട്രീയ മേഖലയിലോ സാമൂഹ്യ രംഗത്തോ കേട്ടുകേൾവിയില്ലാത്ത വിധത്തിലുള്ള സംഭവങ്ങളാണ് അദ്ദേഹത്തിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടുള്ളത്. നമ്മുടെ കേരളത്തിൽ പൊതുപ്രവർത്തകരായ ആരും തന്നെ ഇത്ര മ്ലേച്ഛമായ രീതിയിൽ കാര്യങ്ങൾ കൈകാര്യം ചെയ്തതായിട്ട് കാണാൻ സാധിച്ചിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് അതിന് ഒരു വ്യത്യസ്തത ഉണ്ട് എന്ന് തന്നെയാണ് എൻ്റെയും അഭിപ്രായം.